ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മുഹബത്ത് കാ കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കിഡിലൻ റെസിപ്പിയുമായിട്ടാണ്. എഗ് റോൾ കട്ട്ലൈറ്റ്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട ഒന്നാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് 3 കോഴിമുട്ട എടുത്ത് ബൗളിൽ പൊട്ടിച്ച് വയ്ക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ജാറെടുത്ത് അതിൽ 1 കപ്പ് ചിരവിയ തേങ്ങ, 3 പച്ചമുളക് അതൊന്ന് പൊട്ടിച്ചിടാം. പിന്നെ 1 ടേബിൾ സ്പൂൺ പുതിനയില, 1 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ഇതെല്ലാം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റണം. ഇനി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് ചെറുനാരങ്ങ എടുത്ത് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കണം. പിന്നെ പാകത്തിന് ഉപ്പും ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കണം. ഇനി അല്പം ഓയിൽ ഒഴിച്ച് ഒന്ന് നല്ല പോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ആദ്യം തയ്യാറാക്കി വെച്ച മുട്ടക്കൂട്ടിൽ നിന്ന് പകുതി അതിലേക്ക് ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് പരത്തണം. ഇനി അതിൻ്റെ മുകളിലായിട്ട് രണ്ടാമത് തയ്യാറാക്കി വെച്ച തേങ്ങാ മിക്സിലെ അതിൽ നിന്ന് ഒരു പകുതി അതിലേക്ക് ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അതിൻ്റെ മുകളിൽ പരത്തി കൊടുക്കാം. ഇനി അതിനെ ഒന്ന് റോളാക്കി എടുക്കണം. അത് ചൂടായത് കാരണം കുറച്ചൊരു പ്രയാസമാണ്. മെല്ലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടായത് കാരണം ഒരു പ്രയാസമാണ് ഇങ്ങനെ മാറ്റാൻ. ഒന്ന് നോക്കാം. ഇനി അത് പ്ലേറ്റിൽ നിന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇനി ബാക്കിയും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതിനെ നല്ലപോലെ ചുറ്റിച്ച് ഇതും അതുപോലെ തന്നെ എടുക്കാം. ഇത് റെഡിയായി. ഇനി ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പും ചേർക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയും പാകം റെഡി ആയിട്ടില്ലെങ്കിൽ അല്പം കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും. ഈ ഒരു പാകത്തിലാണ് കിട്ടേണ്ടത്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി തയ്യാറാക്കി വെച്ച ഈ റോള് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ചേർക്കണം. എന്നിട്ട് ഈ കട്ട് ചെയ്ത പീസ് ഓരോന്നും എടുത്ത് ഈ മൈദ മിക്സിയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. നന്നായിട്ട് തന്നെ പൊതിഞ്ഞെടുക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് കൂടുള്ളൂ. ഇതിപ്പോൾ ആദ്യം തന്നെ 2-3 എണ്ണം ഞാൻ ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഈ ബ്രെഡ് ക്രംസ് കൈ നനയുമ്പോൾ നന്നായിട്ട് പറ്റി പിടിക്കുമല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ട് തന്നെ ഇങ്ങനെ ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുത്താൽ മതി. ഞാൻ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കയ്യിൽ ഒട്ടിപ്പിടിക്കണ്ട എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ചെയ്യാണ്.
അപ്പോൾ ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടെ ഉള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. അതിനായി ഫ്രൈ പാൻ അടുപ്പിൽ വെക്കാം. ഇനി പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ എഗ് റോൾ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതേപോലെ നല്ല കിടിലൻ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും സപ്പോർട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.